കേരളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡിൽ പ്രത്യേകിച്ച് ഹൈവേയിൽ ഏറ്റവും കൂടുതലുള്ള ലോറികളാണ്. കാറുകളെക്കാട്ടി ബൈക്കുകളെക്കാട്ടി കൂടുതൽ ലോറികളാണ്. കാറുകളില്ല എന്ന് തന്നെ പറയാം, വളരെ കുറവാണ്. ഈ ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം ട്രക്കുകളുടെ ബഹളമാണ്. നമുക്കൊന്ന് വരെ ഓടിക്കാൻ പോലും പറ്റത്തില്ല. അതാണ് ഈ പ്രശ്നം. കാർ ഓടിക്കുമ്പോൾ അറിയാമല്ലോ ഏതാ. അതെന്താന്ന് വെച്ചാൽ 3 ട്രാക്കിൽ കൂടെ ട്രക്കാരായിരിക്കും. അതെന്താണെന്നറിയോ, ഈ ലോറി ഡ്രൈവർമാർക്ക് അങ്ങനെ ഒരു കുറെ ക്ലാസ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യണം. എന്ന് വെച്ചാൽ എല്ലാവരും വലത് ഏറ്റവും 8 ലൈൻ റോഡായിരിക്കും, 8 വരിയിൽ ട്രക്കാരുണ്ടാവും. ട്രക്ക് പോകുന്ന ഏറ്റവും റൈറ്റിലെ ലൈനിൽ കൂടെ ആയിരിക്കും, ഏറ്റവും സ്ലോയിൽ പോകുന്ന വണ്ടിയായിരിക്കും. ശരിക്കും അതെന്തായിരിക്കും അങ്ങനെ? അതെന്താണെന്ന് വെച്ചാലേ, ഒന്ന് നോർമൽ ഞങ്ങൾ പോകുന്ന സമയത്തും പറയാറുണ്ട്, ശരിക്കും ഈ ലെഫ്റ്റ് സൈഡിൽ ബൈക്കും ഓട്ടോറിക്ഷയും ചെറിയ വണ്ടികളെല്ലാം വരും. ഇപ്പം നമ്മൾ ഇതിലെ ഈ ഡബിൾ ലൈനിൽ 4 ലൈനിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ലോറി എപ്പോഴും ചവിട്ടുകയും ചെയ്യണം, ശ്രദ്ധ കൂടുതലും വേണം. ബൈക്കാരൊക്കെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ലോറിക്കാർ ഇവരെ എല്ലാം പേടിച്ചിട്ട് വലത്തോട്ട് നിൽക്കും. വലത്ത് പോട്ടെ, ഇവിടെ തിരക്കുള്ളിടത്ത് അങ്ങനെ പോട്ടെ, എന്നാൽ ഇല്ലാത്തടത്ത് ഇവരോട്ട് ഇങ്ങോട്ട് മാറത്തുമില്ല. അതാണ് ഈ വല സൈഡിൽ ഓടിച്ച് അങ്ങനെ ഒരു ശീലമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റിലേക്ക്, പിന്നെ എന്നാൽ വണ്ടിയൊന്നും ഇല്ലാത്ത സ്ഥലമുണ്ടല്ലോ, എന്തേരം ഉണ്ട്, വിജനമായ സ്ഥലങ്ങൾ കിടപ്പുണ്ട്, അവിടെ പോലും റൈറ്റ് സൈഡിൽ കൂടെ പോകുള്ളൂ. അങ്ങനെ ഇപ്പം ഇവിടെ കേരളത്തിൽ ഓടിക്കുന്ന ഇപ്പം നല്ല ഫൈനുണ്ട്. അതുകൊണ്ട് ഇപ്പം എല്ലാവരും ലെഫ്റ്റ് സൈഡിൽ കൂടെ കുറേ പോകുന്നുണ്ട്. എന്നാലും വെളിയിൽ നിന്ന് വരുന്നവർ വല സൈഡിൽ കൂടെ പോകും.